അല്ലു അർജുൻ ചിത്രമായ പുഷ്പ 2 യൂട്യൂബിൽ. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പാണ് മിന്റു കുമാർ മിന്റുരാജ് എന്റർടൈൻമെന്റ് എന്ന പേരിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 26 ലക്ഷത്തോളം പേരാണ് ഇതിനകം യൂട്യൂബിൽ ചിത്രം കണ്ടിരിക്കുന്നത്. അലി അക്ബർ ഷാ ചേരുന്നു. അലി അക്ബർ ഷാ, ചിത്രത്തിന്റെ കൃത്യം പതിപ്പാണോ യൂട്യൂബിൽ വന്നിരിക്കുന്നത്? ഇതൊരു അസാധാരണമായ സംഭവമാണ്. പ്രത്യേകിച്ച് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ പണമില്ലാതെ തന്നെ, ഏതെങ്കിലും OTTയിൽ വരുന്ന പോലെ അല്ലല്ലോ, പൈസ ഇല്ലാതെ തന്നെ ആളുകൾക്ക് കാണാം. ടെലിഗ്രാമിലോ വാട്സപ്പിലോ ചോരുന്നത് പോലെയുമല്ല, വളരെ പെട്ടെന്നത് ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാനുള്ള സംവിധാനമുണ്ട്. അത് പിന്നീട് കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടുമായിരിക്കും. എപ്പോഴാണ് ഈ പതിപ്പ് പുറത്തിറങ്ങിയത്? 26 ലക്ഷം പേർ കണ്ടു എന്ന് പറഞ്ഞാൽ പുഷ്പ 2 കളക്ഷനെ അത് ബാധിക്കില്ലേ? അലി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ പറഞ്ഞതുപോലെ 8 മണിക്കൂർ മുൻപാണ് അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 ഒരു വ്യാജ പതിപ്പ് യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മിന്റു കുമാർ മിന്റുരാജ് എന്റർടൈൻമെന്റ് എന്ന പേജിലാണ് ഇത്തരത്തിൽ 3.25 മണിക്കൂറോളം ഡ്യൂറേഷൻ വരുന്ന ഈ വീഡിയോ ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. 8 മണിക്കൂർ കൊണ്ട് 26 ലക്ഷം പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അരുൺകുമാർ പറഞ്ഞതുപോലെ ടെലഗ്രാം വഴിയൊക്കെ സിനിമ ലീക്കാവുമ്പോൾ സ്വാഭാവികമായും അത് ആളുകളിലേക്ക് എത്തുന്നതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് വഴി സിനിമ എത്തും. കാരണം സജഷനൊക്കെ കയറി വന്ന് സ്വാഭാവികമായും അത്തരത്തിൽ ആളുകളിലേക്ക് കൂടുതൽ എത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നോക്കി നിൽക്കുക ഇതിന്റെ വ്യൂസ് കൂടി വരികയായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വാർത്ത, ഇപ്പോൾ ഇതിലൊരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വ്യാജ പതിപ്പിൽ ഒരു പരാതി തെലുഗു ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും ഒരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബ് ഇപ്പോൾ ഇത് നീക്കം ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ ഈ പേജിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നതാണ്. 8 മണിക്കൂർ മുൻപാണ് ഇത്തരത്തിലൊരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. ഈ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും 26 ലക്ഷം പേരിലേക്ക് ഈ വീഡിയോ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും വിവിധ ഭാഷകളിൽ ഇറങ്ങിയ ചിത്രമാണ്. വലിയ കളക്ഷൻ നേടിക്കൊണ്ട് അതിന്റെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മലയാളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ അല്ലു അർജുന് ആരാധകരൊക്കെ ഉള്ള അല്ലു അർജുൻ കൊച്ചിയിൽ വന്ന് വലിയ പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചതുമാണ്. എന്തായാലും അത്തരത്തിൽ കളക്ഷൻ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ യൂട്യൂബിൽ ഇത്തരത്തിൽ ഈ സിനിമ വന്നത് സ്വാഭാവികമായും ഇതിന്റെ കളക്ഷനെ ബാധിക്കും. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലാണ് ഇത്തരത്തിൽ തെലുഗു പ്രൊഡ്യൂസേഴ്സ് കൗൺസിലാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബ് ഇപ്പോൾ ഈ വീഡിയോ നീക്കം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും മറ്റ് നിയമ നടപടികളിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇത്രയും ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഇറക്കിയ സിനിമ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്രയും റീച്ച് യൂട്യൂബിലും ഈ ചെറിയ സമയം കൊണ്ടുണ്ടാക്കി ഡൗൺലോഡ് ചെയ്തിട്ട് ഓഫ്ലൈൻ മോഡിൽ ഇട്ടിട്ടുണ്ടാവുമല്ലോ, അവർക്ക് ആ ചിത്രങ്ങൾ ഇപ്പോൾ ദൃശ്യവുമാണ്. മറ്റ് യൂട്യൂബ് ചാനലുകളിലും ഉണ്ട് എന്നാണ്. ഒരുപാട് ചാനലുകളിൽ വരുന്നു എന്ന് കേൾക്കുന്നു. അരുൺകുമാർ, ഇത് മറ്റു പല ചാനലുകളും ഈ തിയേറ്ററുകളിൽ നിന്നും മൊബൈലുകളിൽ ഷൂട്ട് ചെയ്ത കുറേ ദൃശ്യങ്ങൾ കൂട്ടിവെച്ച് സത്യത്തിൽ കാണുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള വീഡിയോകളാണ് ഇറക്കിയത്. എവിടെയും പൂർണ്ണമായും ഈ സിനിമ യൂട്യൂബിൽ എവിടെയും വന്നിരുന്നില്ല. പക്ഷേ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഈ സിനിമയുടെ പൂർണ്ണ രൂപം, എവിടെയും കട്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റോ ഇല്ലാതെ പൂർണ്ണ രൂപം തന്നെ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ മിന്റു കുമാർ മിന്റുരാജ് എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ്. മറ്റു പല ചാനലുകളിലും ഇതിന്റെ പല രംഗങ്ങളും കട്ട് ചെയ്ത് പാട്ടും മറ്റും എഡിറ്റ് ചെയ്ത് ചേർത്ത് അത്തരത്തിൽ കാണുന്നവരെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള വീഡിയോകളാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ സിനിമയുടെ പൂർണ്ണ രൂപം തന്നെയാണ് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ തെലുഗു ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും ഒരു പരാതി പോകുന്നതും ഇപ്പോൾ നമ്മൾ ഈ വാർത്ത ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊരു നടപടി ഉണ്ടായി എന്ന് അറിയാൻ കഴിയുന്നു. ഈ യൂട്യൂബിൽ നിന്നും ഈ വീഡിയോ നീക്കം ചെയ്തു എന്നറിയുന്നു. പക്ഷേ ഈ വീഡിയോ സ്വാഭാവികമായും നിരവധി ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഊഹിക്കാം 26 ലക്ഷം പേർ 8 മണിക്കൂർ കൊണ്ട് യൂട്യൂബിൽ തന്നെ ഇത് കണ്ടു എന്ന് പറയുമ്പോൾ ഇത് എത്ര പേർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല. സ്വാഭാവികമായും ഇനി ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തുനിന്നും ഒരു പരാതി വരികയാണെങ്കിൽ ആ നിലയിലുള്ള അന്വേഷണവും കാര്യങ്ങളും മുന്നോട്ട് പോയേക്കാം. ഇപ്പോൾ എന്തായാലും യൂട്യൂബിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്തിരിക്കുന്നത് തെലുഗു ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന്റെ കഴിയില്ലല്ലോ, അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ യൂട്യൂബ്. അപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു, അത് ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്തു. മാത്രമല്ല ഓഫ്ലൈൻ മോഡിലൊക്കെ ആക്കിയ ആൾക്കാർ, ഇത് ധാരാളം ആളുകൾ ഇപ്പോഴും ആ സിനിമ കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നമാണ് ഈ സിനിമയിലെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. താങ്ക് യു അലി അക്ബർ ഷാ. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. പുഷ്പ 2 ഒറിജിനൽ പതിപ്പ്, ഹിന്ദി പതിപ്പ് എല്ലാ യൂട്യൂബിലെ പ്ലാറ്റ്ഫോമുകളിൽ എത്തി. ആ യൂട്യൂബിൽ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ 26 ലക്ഷം ആളുകൾ 8 മണിക്കൂർ കൊണ്ട് പുഷ്പ 2 പൂർണ്ണമായിട്ടും കണ്ടു തീർത്തു. 3 മണിക്കൂർ 10 മിനിറ്റോളമുള്ള സിനിമ അതേപടിയാണ് യൂട്യൂബിലേക്ക് ഒരു ചങ്ങാതി എടുത്തിട്ടത്. അത് നാട്ടുകാർ മുഴുവൻ കണ്ടു. ഇപ്പോൾ യൂട്യൂബിൽ ആ പരാതി കിട്ടിയതിനെ തുടർന്ന് അത് ആ യൂട്യൂബിൻ്റെ സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റു പല സൈറ്റുകളിലും ഈ സിനിമയുടെ പല വേർഷൻസും, കൂട്ടിച്ചേർത്ത വേർഷൻസ് ആയിരിക്കാം ചിലതൊക്കെ, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാക്കും. നമ്മളത് ചെയ്യാൻ പാടില്ല. സിനിമ നല്ലതോ മോശമോ
ഒന്നുകിൽ നിങ്ങൾ കാണാതിരിക്കുക എന്നതിനുമപ്പുറം ആ സിനിമയുടെ അണിയർ പ്രവർത്തകർ അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് ഒരുപാട് കലാകാരന്മാർ, തൊഴിലാളികൾ, അവരുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്നതാണത്. അപ്പം ഇത്തരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി സിനിമ കാണാതിരിക്കും. തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക, അല്ലെങ്കിൽ അത് OTT വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റു മാർഗ്ഗം നമ്മുടെ മുന്നിൽ ഇല്ലല്ലോ. അതൊരു സിനിമാ വ്യവസായത്തെ മൊത്തം തകർക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പുഷ്പ 2 റിലീസ്. സിനിമ മോശമാണ് എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ സിനിമ കാണാതിരിക്കുക എന്നതിനുമപ്പുറം അത് യൂട്യൂബിലൊക്കെ ഇടുന്നത് യഥാർത്ഥത്തിൽ സാമൂഹ്യ വിരുദ്ധരാണത് ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ സിനിമ എത്ര മോശമാണെങ്കിൽ പോലും അതൊരു സിനിമ എന്ന് പറയുന്ന ഒരു കലാ ഉൽപ്പന്നത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നവരുടെ അധ്വാനത്തെ നമ്മൾ മാനിക്കാതിരിക്കലാണ് എന്നതാണ് നമ്മുടെ ടേക്ക്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, താങ്ക് യു അലി അക്ബർ ഷാ. വളരെ പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ടറിലാണ് ആദ്യം പ്രേക്ഷകർ ഈ വാർത്ത അറിയുന്നത്.